ഇത് പാവയ്ക്ക കൊണ്ടുള്ള കിച്ചടിയാണ്. സദ്യക്കാണെങ്കിലും സാധാരണ ദിവസങ്ങളിൽ ഒരു തൊടുകറിയായിട്ട് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റുള്ള ഒരു പാവയ്ക്ക കിച്ചടി. അപ്പോൾ റെസിപ്പി കണ്ടു നോക്കാം. ഒരു പാവയ്ക്കയുടെ പകുതി എടുത്തിട്ടുണ്ട്. അത് കുരുവെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുഴച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് പിറ്റേന്നാണ് ഞാൻ ഈ കിച്ചടി തയ്യാറാക്കിയെടുക്കുന്നത്. ചൂട് കട്ടിയുള്ള ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ ഉപ്പും മഞ്ഞളും ചേർത്ത പാവയ്ക്കയും ചേർത്ത് കൊടുക്കാം. ഞാനിതെല്ലാം ഒരുമിച്ച് തന്നെ ചേർത്ത് വറുത്തെടുക്കുകയാണ്. രണ്ടായിട്ടാണെങ്കിൽ അങ്ങനെയും വറുത്തെടുക്കാം. ഇനി ഇതിൽ വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. 1 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക്, 1 വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർക്കാം. പിന്നെ എരിവുള്ള ഒരു പച്ചമുളക്. ഇത് ഒരൽപ്പം പുളിയുള്ള തൈര് കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അരയ്ക്കാൻ ആവശ്യമുള്ള തൈര് കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് വയ്ക്കണം. ഈ പാവയ്ക്ക ഒരു 70% ഫ്രൈ ആയി തുടങ്ങുമ്പോൾ അതിലേക്ക് എരിവിനായിട്ട് 1-2 പച്ചമുളക് ചേർക്കാം. 1 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. എന്നിട്ട് 2-3 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കളർ ഇതേപോലെ ആകുമ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഈ കാണിക്കുന്നത്. ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോഴേക്കും അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തിട്ടുള്ള അരപ്പായതുകൊണ്ട് ഇത് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇളക്കി കൊടുക്കണം. തൈര് പിരിഞ്ഞു പോകരുത്. ഇനി ഇത് തിളച്ച് തുടങ്ങുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി കിച്ചടിയുടെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു നുള്ള് പഞ്ചസാരയും ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി 1-2 സ്പൂൺ തൈര് ഉടച്ചത് അതും ചേർത്ത് കൊടുക്കാം. തൈരിൻ്റെ പുളിക്കനുസരിച്ച് പിന്നെ കിച്ചടിയുടെ ആ ഒരു തിക്നെസ് നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് തൈരിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നന്നായിട്ട് ഇളക്കി ചേർത്ത് കഴിഞ്ഞാൽ കിച്ചടി റെഡിയായി. ഇനി ഇതിലേക്ക് വറുത്തിടണം. വെളിച്ചെണ്ണയിൽ കടുക്, ഉണക്കമുളക്, കറിവേപ്പില, 1-2 ചുവന്നുള്ളി വറുത്ത് അതിൽ ഒരു നുള്ള് മുളക് പൊടിയും കൂടെ ചേർത്ത് അത് 1-2 സ്പൂൺ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കിച്ചടി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിച്ചടി റെഡിയായി കഴിഞ്ഞു. പാവയ്ക്ക പച്ചടിയേക്കാളും ടേസ്റ്റ് എപ്പോഴും എനിക്ക് പാവയ്ക്ക കിച്ചടിക്കാണ് തോന്നാറ്. വറുത്തൊക്കെ വയ്ക്കുന്നത് കൊണ്ട് തന്നെ കയ്പിൻ്റെ അളവും കുറവായിരിക്കും. അടുത്ത തവണ പാവയ്ക്ക വാങ്ങുമ്പോൾ ഇതേപോലെ ഒരു കിച്ചടി ഉണ്ടാക്കാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.